ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇനി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കുന്നത് അനിയനാണ്. ഞാനും ചേട്ടനും അതുപോലെ ചേട്ടൻ്റെ അമ്മയും പിന്നെ അബിയും നന്ദൂസുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചിരുന്ന് പോകുന്നതാണ്. അങ്ങനെ പിന്നെ എൻ്റെ അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയമായപ്പോഴത്തേക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ അവരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോയി വലിയ പരിചയമൊന്നുമില്ല. അപ്പോഴത്തേക്കും നന്ദൂസ് കുഞ്ഞായിരുന്ന ടൈമിൽ അവൾക്ക് ചോറൂണിന് പോയിരുന്നു. അപ്പോൾ മാമനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാമനൊക്കെ ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അപ്പോൾ അവർക്കറിയാം, അങ്ങനെയാണ് അന്ന് പോയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു ഫീൽ തന്നെയാണ്. കാരണം വലിയ അറിവൊന്നുമില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോയിട്ട് നമ്മൾ ടിക്കറ്റ് നമ്മൾ ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് കയറേണ്ടതെന്നൊക്കെ ചോദിച്ച് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് പറഞ്ഞു, അവിടെ കിടക്കുന്ന ആ ട്രെയിനിലാണ് നിങ്ങൾ പോകേണ്ടത്. നമുക്ക് പോകണമെങ്കിൽ അപ്പുറത്തെ സൈഡ് പോയാലേ നമുക്ക് ഇതിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മൾ 4 ഓണത്തിനാണ് ഇവിടെ നിന്ന് തിരിക്കുന്നത്. അതായത് 3 ഓണം എൻ്റെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് 4 ഓണത്തിന് ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറിയിരുന്ന് ഒരു അരമണിക്കൂറായപ്പോഴത്തേക്ക് ട്രെയിൻ എടുത്തു. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ കുഞ്ഞാളുടെ പേര് പ്രണവമായിരുന്നു. പ്രണവുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അവനും ആ ദിവസം കൂടെ നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ എല്ലാ ഇതും അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ട്രെയിനിൽ. നന്ദൂസ് തലേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നന്ദൂസിന് ട്രെയിനിൽ കയറണ്ട, ഇഷ്ടമില്ല എന്നാണ്. പക്ഷേ നന്ദു കയറിയ ശേഷം പറയുന്ന അവൾക്ക് ട്രെയിനിൽ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന്. നമ്മളിവളെ ചോറ് കൊടുക്കാൻ കൊണ്ടുപോയ ടൈമിൽ ട്രെയിനിൽ കയറിയായിരുന്നു. അപ്പോഴത്തേക്കും തിരിച്ചു വരുന്ന വഴിക്ക് ഇവൾ ഈ ട്രെയിനിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോഴത്തേക്ക് കരച്ചിൽ തുടങ്ങും. പിന്നെ നമ്മൾ കൊല്ലത്ത് ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിൽ വരികയാണ് ചെയ്തത്. അത്രയ്ക്ക് കരച്ചിലായിരുന്നു ആ ടൈമിൽ. ആ കുഞ്ഞിന് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെ കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടയിൽ കയറാൻ വേണ്ടി കുറേ നേരം കൊണ്ട് വിളിച്ചിരിക്കുന്നു. അവസാനം ചേട്ടൻ ആഹാരം കൊടുത്തതിന് ശേഷം അതിന് മണ്ടയിലേക്ക് എത്തി. അതിൻ്റെ പ്രകടനമാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതേപടി താഴേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് രാവിലെ തന്നെ അവിടെ റൂമെടുത്ത് റെസ്റ്റൊക്കെ ചെയ്ത് കുളിച്ച് റെഡിയായി നമ്മൾ എന്ത് ചെയ്തു, അമ്പലത്തിലേക്ക് പോകുന്നതാണിത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മളങ്ങനെ ചായ കുടിക്കാനും കയറിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ക്ഷേത്രത്തിനകത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഫോണൊക്കെ നമ്മൾ ക്ലോക്ക് റൂം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കണം ഫോണ്, ബാഗ്, പേഴ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ബാഗൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ തൊഴുതതിന് ശേഷം ഇവിടെ വന്നു നിന്ന് ഭംഗി കണ്ട് പിന്നെ നമ്മൾ കുറച്ച് താമസിച്ചാണ് തൊഴുതിറങ്ങിയത്. 2 മണിയൊക്കെ ആയി. കാരണം അവിടെ ഉദയാസ്തമയ പൂജ എന്തോ നടക്കുന്നത് കൊണ്ട് കുറച്ച് പേര് അങ്ങനെ കുറച്ച് നേരം നട അടച്ച് പൂജ. അപ്പം അങ്ങനെയാകുമ്പോൾ അങ്ങനെ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് താമസിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം റൂം വെക്കേറ്റ് ചെയ്ത് വന്ന വഴിക്കാണ് ഈ കാഴ്ച കണ്ടത്. ആനയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ 2 ആന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ഇവിടുത്തെ സ്റ്റോറുകളിലൊന്നും കയറിയില്ലായിരുന്നു, ഈ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കടകളിലൊന്നും. അപ്പോൾ അതൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വരിക്കടകളിലെല്ലായിടത്തും തന്നെ ഏകദേശം എല്ലായിടത്തും ഒരേ സാധനങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, വിളക്കുകളും കൃഷ്ണൻ്റെ കുഞ്ഞു കുഞ്ഞ് എന്തുവാണ് ചെറിയ ചെറിയ മഞ്ചാടിക്കുരുവിലിരിക്കുന്ന കൃഷ്ണൻ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു എല്ലായിടത്തും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെല്ലായിടത്തും വെറുതെ ഒന്ന് കയറി നോക്കി. പിന്നെ തുണികൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഹൽവക്കട, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെയും കയറി അവിടേക്ക് നോക്കി. കണ്ടോ, എല്ലായിടത്തും ഒരേ ഇതിൽ തന്നെയാണ്. നെറ്റിപ്പട്ടം പോലത്തെ കുഞ്ഞു നെറ്റിപ്പട്ടങ്ങൾ അങ്ങനെ എല്ലാം കണ്ടോ.
വിളക്കുകൾ പല സൈസിലുള്ളത്, നമ്മുടെ തൂക്ക് വിളക്ക്. നമ്മൾ പിന്നെ ഒരു തൂക്ക് വിളക്ക് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ കണ്ടോ, ഇതുപോലെ നമ്മുടെ കണ്ണുകൾ കുളിർമ അണിയിക്കുന്ന രീതിയിലുള്ള ഇതായിരുന്നു. നല്ല കളർഫുള്ളായിട്ട് കണ്ട കഥകളിയുടെ പിക്ചേഴ്സ്. പിന്നെ ഈ മോതിരം, സിംഹം, ആമ അങ്ങനത്തെയൊക്കെ. ഇനി ഇതായി കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയുള്ള തെറ്റിപ്പൂവ്, അങ്ങനെ പ്ലാസ്റ്റിക്കിലെയും പിച്ചിമുട്ട് പോലത്തെ മാലകളും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. പിന്നെ കുറച്ച് നേരം അവിടേക്ക് അങ്ങനെ നിന്നിട്ട് അടുത്ത കടകളിലേക്ക് പോയി. അപ്പോഴാണ് ഇവിടെ ഈ മയിൽപ്പീലി ഇങ്ങനെ കൂട്ടത്തോടെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്ന ശേഷം അവരൊക്കെ കളിപ്പാട്ടം വാങ്ങാനൊക്കെ പോയി. അപ്പോൾ നോക്കിയെടുക്കുന്നുണ്ട് രണ്ടുപേരും. അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇത് പലതരം മുറുക്ക്, പപ്പടം അങ്ങനെയൊക്കെയുള്ള കടകളാണ്. ഫുള്ളും പല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഇതാ ഈ കൃഷ്ണനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയൊക്കെ. അവസാനം ഈ കൃഷ്ണനെ അമ്മ എടുത്തു. അപ്പോൾ കണ്ടോ, ഇതുപോലെയൊക്കെ നോക്കി കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പല രീതിയിലുള്ളതുണ്ട്. ഊഞ്ഞാലാടുന്നത്, അങ്ങനെ മഞ്ചാടിക്കുരു വെച്ചിട്ടുള്ളത്, അങ്ങനെ പല രീതിയിലുള്ള. നമുക്ക് ഈ മഞ്ചാടിക്കുരുവൊക്കെ അതായത് പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ കളിപ്പാട്ടമൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. നമ്മൾ പിന്നെ എല്ലാ കടകളിലും കയറിയ ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിൽ തന്നെ നമ്മൾ ഇരുന്നായിരുന്നു. ആ സമയത്ത് അവൾക്ക് ബബിൾസ് മതിയെന്ന് പറഞ്ഞ് അതാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ബബിൾസ് ഊതി കളിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും സുഖം ഉറക്കമായി. ഒരാൾ എൻ്റെ മടിയിലും ഒരാൾ ചേട്ടൻ്റെ മടിയിലുമായിട്ട് കിടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.